ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയാണെന്ന്. ഓഗസ്റ്റ് 22, 2025. നിഫ്റ്റി ഇന്നലെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 25,083 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. 33 പോയിന്റ് നേട്ടത്തോടു കൂടി. അതുപോലെ തന്നെ സെൻസെക്സിലും 142 പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിലും 56 പോയിന്റ് നേട്ടം. അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിൽ ഇതിൽ നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 221 പോയിന്റ് കറക്ഷനാണ് നേരിട്ടത്. അതേസമയം FIIs കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ DIAs കണ്ടിന്യൂസ് ആയിട്ട്, ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലേക്ക് വരുന്നത് മാർക്കറ്റിൻ്റെ കോൺഫിഡൻസിനെ ഒരു പരിധി വരെയെങ്കിലും പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ലോങ് ടേം പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരും ചെറിയ രീതിയിൽ വാങ്ങി തുടങ്ങുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് നോട്ടായി തോന്നാം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കൊണ്ട് മാർക്കറ്റ് ഒരു ഹെൽത്തി മോഡിലേക്കാണ് കടന്നു പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. FIIs സെല്ലിങ്ങിനെ കുറച്ച് അറിവ് വരുത്തി. ഇന്നലെ 1246 കോടി രൂപയുടെ ബൈങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അവരുടെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ 970 കോടി രൂപയുടെ പോസിറ്റീവ് പൊസിഷൻസും ഇൻഡെക്സ് ഓപ്ഷൻസിൽ 20,083 കോടി രൂപയുടെ പോസിറ്റീവ് പൊസിഷൻസാണ് ഉള്ളത്. അതേസമയം നേരിയ ഒരു നെഗറ്റീവ് പൊസിഷൻ അവർക്കുള്ളത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലാണ്. അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻസിലും 319 കോടി രൂപയുടെ ലോങ്ങിലാണ് അവർ ഉള്ളത്. അപ്പോൾ FIIs ചെറിയ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റിൽ സ്റ്റേബിളാണ്. അമേരിക്കൻ മാർക്കറ്റുകളിൽ നിന്നും നേരിയ നഷ്ടത്തോടു കൂടിയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രസ്താവനകൾ വരാതിരുന്നത് ഒരു പരിധിവരെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളെയും ഒരു സ്റ്റേബിളായിട്ട് നിർത്തി എന്നുള്ളതാണ്. അതേസമയം ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചൈനീസ് ഗുഡ്സുകൾ, ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ചൈനയിൽ ലഭ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ GSTയുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നു. ഏതായാലും മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. പ്രത്യേകിച്ചും ഹയർ ടോപ്പ് ഹയർ ബോട്ടം ഫോർമേഷനാണ് മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ നെഗറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അധിക തീരുവയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ന്യൂസ് കൂടി വരികയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ഫ്യൂല് കിട്ടുമെന്ന് തന്നെ വിചാരിക്കാം. എന്നാൽ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു മേജർ സപ്പോർട്ടായിട്ടുള്ളത് 25,100 മുതൽ 25,200 വരെയുള്ള ഒരു പോയിൻ്റാണ്. ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുന്ന സമയത്തും നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ളത് 24,800-900 റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ ബിൽഡപ്പ് നോക്കുന്ന സമയത്ത്. അതേസമയം 25,150-നും 25,250-നും ഇടയിലുള്ള ഒരു 100 പോയിൻറ്റ്സിൽ മാർക്കറ്റിന് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് നേടാൻ സാധ്യതയുള്ള ഇടമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഓവറോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്ന GST മീറ്റിംഗ് അനൗൺസ്മെൻറ്റുകളും ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ GST കൗൺസിലിനുള്ള പ്രഖ്യാപനങ്ങളുടെ അല്ലെങ്കിൽ GST കൗൺസിലിന് കൊടുത്തിരിക്കുന്ന അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണുള്ളത്. ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത GST റീഫോംസ് അല്ലെങ്കിൽ GST റാഷണലൈസേഷനും ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു പോസിറ്റീവ് എഫക്റ്റ് മാർക്കറ്റിൽ വരേണ്ടതാണ്. കാരണം മൺസൂൺ നമുക്ക് വളരെ സംബന്ധിച്ച് സ്ട്രോങ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ GST പോലുള്ള കാര്യങ്ങളിലുള്ള പരിഷ്കാരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് കാശുകൾ അല്ലെങ്കിൽ പൈസ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൺസംഷൻ സ്റ്റോക്കുകളിലും മറ്റ് സെലക്റ്റഡ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഭയങ്കരമുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കാണുന്നത്. സോ 25,200, 250 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, 24,800, 850 റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഉള്ളത്. FIIs ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് നടത്തുകയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് വീക്കെൻഡ് സെഷനാണ്, അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കവറിങ് റാലിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൂവാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. 25,200, 250 വരെയുള്ള ഒരു പോസിറ്റീവ് റാലി നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ട്രേഡിംഗ് അതുപോലെ തന്നെ
അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 3 തരം സർവീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് സ്വിംഗ് ഈസ് കിങ്, ഇത് ഞാൻ തന്നെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഇതിൽ എൻ്റെ റിസർച്ച് ഐഡിയാസും മൾട്ടി ബാഗേഴ്സ് ഐഡിയ ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഷെയർ ചെയ്തിരിക്കുന്ന BGR എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം 40% മുകളിൽ 50% മുകളിൽ റിട്ടേൺ വരികയുണ്ടായി. അതുപോലെ തന്നെ APL അപ്പോളോ മൈക്രോ, നമ്മുടെ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പോയിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ മാർക്കറ്റ് ഒരു കറക്റ്റീവ് ഫേസിലേക്ക് പോകുമ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെയും നമുക്ക് സ്വിംഗ് ഈസ് കിങ്ങിന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ്. ലോറസ്റ്റ് ലാബ് നമ്മൾ 15 ദിവസത്തേക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കും നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ സ്റ്റോക്കുകളിലൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. സ്വിംഗ് ഈസ് കിങ്ങിൻ്റെ ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയോ നമ്മളോട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു റിസർച്ച് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവിടെയും നിങ്ങൾക്ക് ഫെൻഡോസും അതുപോലെ തന്നെ സ്വിംഗ് പിക്കുകളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതിനും ജോയിൻ ചെയ്യാനുള്ള ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത അഡ്വൈസറി സർവീസുകൾക്കുള്ള എൻക്വയറി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള സർവീസുകൾ ലഭ്യമാണ്. അതിനുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. വളരെ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GST റീഫോം ആയിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ GST നിയമങ്ങളിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 2 പ്രധാനപ്പെട്ട GST സ്ലാബുകളായിട്ടുള്ള 28% 12% നികുതി എന്ന് പറയുന്ന ആ ഒരു ടാക്സ് ബ്രാക്കറ്റ് എടുത്തു മാറ്റുകയും അങ്ങനെയുള്ള സാധനങ്ങളെ 18%-ലേക്കും അതുപോലെ തന്നെ 5%-ലേക്കും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമായിരിക്കാം സജസ്റ്റ് ചെയ്യുന്നത്. സോ ഏതായാലും ഇന്നലെ ആ ഒരു സ്ലാബ്, അതായത് 5%, 18% അല്ലെങ്കിൽ 40% എന്ന് പറയുന്ന 3 സ്ലാബുകൾ മാത്രമായിരിക്കും GSTയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് GST കൗൺസിലിന് കൊടുത്തിരിക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്. GST കൗൺസിൽ അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അതിൽ കൂടി ഇത് തത്വത്തിൽ അംഗീകരിക്കുകയാണെങ്കിൽ വലിയൊരു റിഫോർമേഷൻ ആയിരിക്കും ഈ ഒരു GST രംഗത്ത് വരാൻ പോകുന്നത്. അതോടുകൂടി 28% ടാക്സ് ബ്രാക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല സാധനങ്ങളും, ഏകദേശം 95%-ഓളം സാധനങ്ങളും 18% താരിഫ് അല്ലെങ്കിൽ 18% നികുതി എന്ന് പറയുന്ന ടാക്സ് ബ്രാക്കറ്റിലേക്ക് വരും. അതുപോലെ ഇപ്പോൾ നിലവിൽ 18% തുടരുന്ന പല പ്രൊഡക്റ്റുകളും 5% എന്ന് പറയുന്ന ടാക്സ് ബ്രാക്കറ്റിലേക്ക് പോകും. ഇതിനനുസരിച്ചിട്ട് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ടും പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ടുമുള്ള പോസിറ്റീവ്സസ് വരാനുണ്ട്. പ്രത്യേകിച്ചും വെണ്ണ, അതുപോലെ തന്നെ തൈര്, ഇതിനൊക്കെ തന്നെ ഇപ്പോൾ 18% ടാക്സ് ബ്രാക്കറ്റ്. ഇതൊക്കെ 5%-ലേക്ക് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ സിമെൻറ്റിന് 28% ടാക്സ് ഉണ്ട്. ഇലക്ട്രോണിക് ഗുഡ്സുകളായിട്ടുള്ള AC, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ 28% GSTയിലാണുള്ളത്. അതൊക്കെ 18%-ലോ അതിൽ കുറവായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ടുള്ള നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് സെക്ടറാണ്. ഇൻഷുറൻസ് സെക്ടർ ഇപ്പോൾ നിലവിൽ 18% ടാക്സ് ബ്രാക്കറ്റിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് ഒക്കെ തന്നെ ഉൾപ്പെടുന്നത്. ഇത് ഒരു അവശ്യ സാധനം എന്ന നിലയിൽ ഇന്ത്യ ഒരു അണ്ടർ ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പലപ്പോഴായിട്ടും പല വീഡിയോകളിലും മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ, ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ 5%-ലേക്കോ അല്ലെങ്കിൽ 0% ടാക്സ് ബ്രാക്കറ്റിലേക്കോ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സെക്ടർ, ലൈഫ് ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ടേം ഇൻഷുറൻസ് രംഗത്തായാലും അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ സെക്ടർ തന്നെ റീറേറ്റിങ്ങിന് വിധേയമായേക്കാം. സോ ഇൻഷുറൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് വളരെ ഫോക്കസിൽ വെക്കേണ്ട ഒരു സമയം തന്നെയാണിത്. അതുപോലെ ഈ പറയുന്ന ഫുഡ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും GST റീഫോർമേഷൻ്റെ ഭാഗമായിട്ട് സിമെൻറ്റ് 28% ടാക്സ് ബ്രാക്കറ്റിലാണ് ഇപ്പോഴുള്ളത്. അത് 18%-ലേക്കോ അല്ലെങ്കിൽ അവശ്യ സാധനം എന്ന നിലയിൽ 5%-ലേക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സിമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റമാണ്. അൾട്ടുഗെദർ GST റീഫോം ആയാലും ശരി, ഇൻകം ടാക്സിൽ വരുത്തിയിരിക്കുന്ന കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തുണ്ടായാലും ഇളവുകളായാലും ശരി, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു, അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകുന്നു, ഇതിൻ്റെയൊക്കെ ഔട്ടുഗെദർ ജനങ്ങളിലേക്ക് കാശ് എത്തിക്കുക, കൺസംഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നയം എന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഗുണം ലഭിക്കാൻ പോകുന്ന മറ്റൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ FMCG തന്നെയാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് തന്നെയാണ്.
ആൾക്കാർക്ക് കൂടുതൽ കാശ് വരുന്ന സമയത്ത് അവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. FMCG സെക്ടറിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓട്ടോ സെക്ടറിൽ മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. സോ ഓൾ ടുഗെദർ GST റീഫോർമേഷൻ ഒരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും ഒക്കെ തന്നെ വരുത്താൻ പോകുന്നത്. അതുപോലെ മറ്റൊരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയും ഇന്നലെ വന്നത് ഷിപ്പ് ബിൽഡിംഗ് സെക്ടറുമായിട്ട് അല്ലെങ്കിൽ ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 25,000-ഓളം കോടി രൂപയുടെ ഷിപ്പ് ബിൽഡിംഗ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പല ഫണ്ടുകളിലായിട്ട് പല അനുമതികൾ കേന്ദ്ര സർക്കാർ നൽകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വാർത്ത മാർക്കറ്റിലേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ ഷിപ്പിംഗ് പ്രധാനമായിട്ടും ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് ഫണ്ടായാലും അതുപോലെ തന്നെ മാരിടൈം ഡെവലപ്മെൻറ്റ് ഫണ്ട്, സ്പെഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള പല സ്കീമുകളിലായിട്ടാണ് ഈ ഒരു ഫണ്ടിങ് നടത്താൻ പോകുന്നത്. ഇന്ത്യയെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ ആക്കുക എന്നുള്ളത് കഴിഞ്ഞ ബജറ്റ് മുതലുള്ള പ്രഖ്യാപനമായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ ഷിപ്പ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ടും മെയിൻ്റനൻസിനെ പറ്റിയിട്ടൊക്കെ തന്നെയുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷിപ്പിംഗ് സെക്ടറിന് ഒരു PLI സ്കീമിൻ്റെ മാതൃകയിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം. സോ ഏതായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ അപ്രൂവലോട് കൂടിയുള്ള ഈ പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെ തന്നെ. സോ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറുകൾ ഫോക്കസ്ഡ് ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കൊച്ചിൻ ഷിപ്പ് യാർഡ് ആയാലും മസഗാവ് ഡോക്ക് ആയാലും ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഗാർഡൻ റീച്ച് ഷിപ്പിംഗ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പോസിറ്റീവായി വരാനുള്ള സാധ്യതകൾ കൂടുതൽ. ഇതൊരു ന്യൂസ് ബേസ്ഡ് ആണ്. അപ്പോൾ തന്നെ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾ ആ ഒരു മൂവ്മെൻറ്റുകളിലായിരിക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. പിന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത, വേദാന്ത 16 രൂപ പെർ ഷെയറിന് ഇൻ്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രിയോടും അതുപോലെ തന്നെ ചൈനീസ് ടോക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ട് US വരുന്ന ഫ്രിക്ഷൻ അതുകൂടി മുതലാക്കാനുള്ള പരിപാടികളായിരിക്കും ഇന്ത്യ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യത. IPOകൾ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ, ട്രാൻസ്ഫർ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 837 കോടി രൂപയുടെ പുതിയ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഡൊമസ്റ്റിക്കിൽ നിന്നും ഇൻ്റർനാഷണൽ തലത്തിൽ നിന്നും ഓർഡറുകൾ വന്നിരിക്കുന്നു. ജൂപ്പിറ്റർ വാഗനെ സംബന്ധിച്ചിട്ട് 215 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്കായിട്ട് ലോവസ്റ്റ് ബിഡറായിട്ട് 5376 വീലുകൾ വന്ദേ ഭാരത് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാകാനുള്ള കോൺട്രാക്റ്റുകൾ കിട്ടിയിരിക്കുന്നു. അതുപോലെ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഡിഫൻസ് DRDOയുടെ ഏറ്റവും ലോവസ്റ്റ് ബിഡറായിട്ട്, അതായത് 25 കോടി രൂപയുടെ 25.12 കോടി രൂപയുടെ ഓർഡറുകൾക്കുള്ള ഏറ്റവും ലോവസ്റ്റ് ബിഡറായിട്ട് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് മാറിയിരിക്കുന്നു. HEG ഇൻഫ്ര 7 കോടി രൂപയുടെ ഓർഡറുകളാണ് കിട്ടിയിരിക്കുന്നത്. എവൈറ്റ് എനർജിയിൽ നിന്നാണ് 185 മെഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് ഗുജറാത്തിൽ ഉണ്ടാക്കുക എന്നുള്ള കോൺട്രാക്റ്റുകളാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഡിഫൻസ് സ്റ്റോക്കുകൾ ലൈംലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളൊരു സ്റ്റോക്ക് കൂടി പരിചയപ്പെടുത്താം. അതിലൊന്ന് അവാൻറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. 30 വർഷം പഴക്കമുള്ള ഒരു ഡിഫൻസ് എയറോസ്പേസ് ഇലക്ട്രോണിക്സ് കമ്പനിയാണ് ഇവർ. പ്രധാനമായിട്ടും ഇവർ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOനും അതുപോലെ തന്നെ ISRO അവരുടെ കൊമേഴ്ഷ്യൽ ആംസ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ നാവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച്, ഗോവ ഷിപ്പ് യാർഡ്, ഇന്ത്യൻ റെയിൽവേ, അതുപോലെ തന്നെ ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് കമ്പനി, ഇങ്ങനെയുള്ള പലർക്കും കൊടുക്കുന്ന പല ഡിഫൻസ് എക്യുപ്മെൻസുകളും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2027 കമ്പനി പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികളിലാണ് ഉള്ളത്. കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നതും 2027 സാമ്പത്തിക വർഷത്തോടുകൂടി റവന്യൂവിലും പ്രോഫിറ്റിലും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2026 പ്രധാനപ്പെട്ട ഒരു കീ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് SDR കംപ്ലൈൻറ്റും അതുപോലെ തന്നെ SCA സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. സെക്കൻഡ് പ്ലെയർ ആയിരിക്കും ആഫ്റ്റർ ഭാരത് ഇലക്ട്രോണിക്സ്. ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഓർഡറുകൾ സ്വീകരിക്കാനും പ്രൊഡക്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള രണ്ടാമത്തെ കമ്പനി ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവാൻറ്റലിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 141 രൂപ 141 രൂപ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കസ്റ്റമൈസ്ഡ് നെറ്റ്വർക്കാണ് സെൻട്രിക് സൊല്യൂഷൻ, അതായത്
സബ്മറൈൻസിനും എയർക്രാഫ്റ്റിനും ഹെലികോപ്റ്റേഴ്സിനും ഒക്കെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 53 കോടി രൂപയുടെ ചെറിയൊരു IPO, ചെറിയൊരു ഷെയർ പ്രൈസ് മാത്രമേ കമ്പനിക്കുള്ളൂ. ഫേസ് വാല്യൂ 2 രൂപയാണ്. 37.15% ഓഹരികളാണ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. അതുതന്നെ 1% മൈനർ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീറ്റെയിൽ സ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞാൽ 36.78% അത് കഴിഞ്ഞ ജൂണിൽ 33.77% അത് കൂടിയിട്ടാണ് ഇപ്പോൾ 36.78% ഇത് ഇപ്പോൾ 141 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവാൻറ്റൽ ലിമിറ്റഡ് ഇതൊരിക്കലും ഒരു 50 ദിവസത്തെ കോളോ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. കുറച്ച് ദീർഘകാലത്തിലേക്ക് ഡിഫൻസ് എക്യുപ്മെൻസുകളുടെ ആ ഒരു സീസൺ വരുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഓഹരിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ഒന്നുകൂടി നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നു, 25,200 250 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. 24,800 850 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റേഞ്ചാണ്. അതിന് താഴെ നിഫ്റ്റി പോവുകയാണെങ്കിൽ 24,500 വരെയെങ്കിലും പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.